നമ്മുടെ നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങനെ എല്ലാ ഒരുക്കങ്ങളുമായി നോമ്പ് ഇതാ പറയുമ്പോഴത്തേന് തീരാനും ആയി തുടങ്ങിയില്ലേ. പെട്ടെന്ന് ദിവസങ്ങൾ പോവുക. അതാന്ന് പറയുമ്പോഴത്തേന് ഇപ്പോൾ നോമ്പ് തീരുകയും ചെയ്യും. അപ്പം ഞാൻ പറയാൻ വന്നത് ഞാൻ തൈര് ഉണ്ടാക്കുന്നതാട്ടോ. അപ്പോൾ നമ്മൾ തിളച്ച പാലിക്ക് ഇങ്ങനെ വിരലിട്ട് നോക്കണം എന്നല്ല, തിളപ്പിച്ച് വെച്ചിട്ട് നമ്മൾ വിരലിട്ട് ചെറുവിരൽ എന്നല്ല ഏതെങ്കിലും ഒരു വിരലിട്ട് നോക്കുമ്പോൾ നമുക്ക് പൊള്ളരുത്. ഇളം ചൂട് ആ പാലിൽ നമ്മൾ ഒരു പ്ലെയിൻ യോഗട്ട് വാങ്ങിക്കുക. ഫസ്റ്റ് ഉണ്ടാക്കുന്നവരുടെ ഇതിപ്പോൾ ഞാൻ മുമ്പ് ഉണ്ടാക്കി ചെയ്യുന്ന അതിന് 2 സ്പൂൺ മാറ്റിയേക്കും, പിന്നെയും പാല് കൊണ്ടുവരും, പിന്നെയും ഇതുപോലെ ഉണ്ടാക്കും, പിന്നെയും പാല് കൊണ്ടുവരും. അങ്ങനെ നമ്മളിങ്ങനെ കുറച്ചാവുമ്പോൾ 2-3 സ്പൂൺ ബാലൻസ് വരുമ്പോൾ പാല് കൊണ്ടുവരിക, ഇതുപോലെ ഉണ്ടാക്കുക, തിളപ്പിക്കുക, എന്നിട്ട് ഇളം ചൂടിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നവർ ആ ബോട്ടിൽ നമ്മൾ പ്ലെയിൻ യോഗട്ട് ഒന്ന് വാങ്ങിക്കുക, എന്നിട്ട് അതിന് 2-3 സ്പൂൺ എടുക്കുക. പിന്നെ നമ്മൾ നല്ല വൃത്തിയിൽ പൊട്ടുന്ന കുപ്പിയിലാണ് ഒഴിച്ച് വെക്കട്ടോ. നമ്മളവിടുത്തെ കാലാവസ്ഥയിൽ ഒരു 8 മണിക്കൂർ കൊണ്ടൊക്കെ റെഡി ആയി കിട്ടും. നല്ല ചൂടല്ലേ. അപ്പോൾ ഇതുപോലെ അങ്ങ് മൂടി വെച്ചിട്ട് എന്തെങ്കിലും ഒരു തുണിയോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ ടവലോ എന്തുണ്ടെങ്കിലും ഒന്ന് അങ്ങോട്ട് മൂടി വെച്ചിട്ട് ഇതുപോലെ ഒരു മൂലൊക്കെ അങ്ങാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ എടുത്തായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഇത് തുറക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോ, നല്ല അടിപൊളി തൈര്, പ്രോട്ടീൻ അടങ്ങിയ നല്ല തൈരാണ് നമ്മൾ യോഗട്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. പുളി ഒട്ടും ഉണ്ടാവില്ല, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ബോട്ടിൽ ചിലവാക്കിയാൽ എന്നും ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കുക. നമ്മൾ തീരാനാകുമ്പോൾ പിന്നെ ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കുക. പിന്നെ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയിൽ ഒഴിച്ചു കൊടുത്താൽ അതങ്ങ് വാർന്ന് പോയിക്കോളും. പക്ഷെ ഞാനതൊന്നും ചെയ്യാറില്ല. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബോട്ടിൽ യോഗട്ട് വാങ്ങിച്ചാൽ നമുക്ക് എന്ന് 1 ലിറ്ററിലും 2 ലിറ്ററിലൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കി വെക്കാം. ഞാൻ 500-ലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തടി കുറക്കുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ നല്ലതാണ് ഈ തൈര്. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ എപ്പോഴും ഉണ്ടാക്കി ഇങ്ങനെ വെക്കലാട്ടോ. അപ്പോൾ നോമ്പായപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇത് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെയും തൈര് കൊണ്ടുവന്ന് യോഗട്ട് കൊണ്ടുവന്ന് അതുപോലെ വീണ്ടും ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി വെക്കലാണ്. ഇത് നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ.